ഇപ്പോൾ അമേരിക്കയുടെ സൈഡിൽ നിൽക്കാൻ ഈ പറയുന്ന പോലെ യൂറോപ്പിലെ ആരെങ്കിലും ഉണ്ടോ? ഈ പറയുന്ന പോലെ എല്ലാവരും വെറുപ്പിച്ചില്ലേ? എല്ലാവർക്കും പോയി താരിഫ് അടിച്ചു കൊടുത്തു, വെറുപ്പിച്ചു. നാറ്റോ ഏകദേശം ഇല്ലാതാക്കി. നാറ്റോ ആയിരുന്നല്ലോ ഇതിൻ്റെ അകത്തെ മെയിൻ സംഭവം. നാറ്റോ ഏകദേശം ഇല്ലാതാക്കി. ഇത്ര നാളും ഈ കനേഡിയൻ പ്രൈം മിനിസ്റ്ററെ ഗവർണർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് മാത്രമല്ല, അതിൻ്റെ അങ്ങാപ്പുറത്തെ കാര്യങ്ങൾ പോവുകയും കാനഡ ഇപ്പോൾ എന്താ പറയുക ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി. കാനഡ ഇനിയിപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നു, അടുത്ത FTA ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലത്തെ സിനാരിയോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ കൂടെ നിൽക്കാൻ ആരുമില്ല, വേണ്ട എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ നിലപാട്. വേണമെന്നുണ്ടെങ്കിൽ പഞ്ചപുച്ഛമടക്കി തമ്പ്ര എന്ന് വിളിച്ചിട്ട് വായിക്കയും പൊത്തി നിൽക്കാനാണെങ്കിൽ അമേരിക്കയുടെ കൂടെ നിന്നാൽ മതി എന്ന ഒരു ആറ്റിറ്റ്യൂഡ് മനുഷ്യനെ എങ്ങനെ ഒരു അലയൻസിനെയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. ഒരു കാരണവശാലും സഹായിക്കും.